ബുദ്ധൻ. ഈ പേര് കേൾക്കാത്തവരുണ്ടാവില്ലല്ലേ? ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ജ്ഞാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീകമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, മറ്റൊരു വിശ്വാസമനുസരിച്ച് അദ്ദേഹം ദൈവങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഒരാളായിരുന്നുവെന്ന്. അപ്പോ ഇതിൽ ഏതാണ് ശരിയായ കഥ? നമുക്കിതൊന്ന് ഡീറ്റെയിലായി നോക്കാം. അപ്പോ ശരിക്കും ആരായിരുന്നു ഈ ബുദ്ധൻ? മനുഷ്യരുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ സ്വന്തം ജീവിതം ഉപേക്ഷിച്ച ഒരു രാജകുമാരനോ, അതോ ശത്രുക്കളെ വഴിതെറ്റിക്കാൻ വന്നൊരു ദിവ്യനായ വഞ്ചകനോ? ഈ രണ്ട് കഥകളും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ രണ്ട് വശങ്ങളും ഒന്ന് പരിശോധിക്കാം. കണ്ടില്ലേ, ഒരു വശത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ, ദുഃഖത്തിന്റെ കാരണം തേടി കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ ഗൗതമൻ എന്ന രാജകുമാരൻ. എന്നാൽ മറുവശത്ത് ഹിന്ദു പുരാണങ്ങൾ പറയുന്ന തികച്ചും വ്യത്യസ്തമായൊരു കഥയുണ്ട്. വിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ബുദ്ധന്റെ കഥയാണത്. ഈ രണ്ട് ചിത്രങ്ങളും ഒരേ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. ശരി, ആദ്യം നമുക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത ആ രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. ഹിന്ദു പുരാണങ്ങളിലെ ബുദ്ധനെക്കുറിച്ചുള്ള വിവരണം. ഇവിടെ അദ്ദേഹത്തെ കാണിക്കുന്നത് ഒരു ദിവ്യനായ വഞ്ചകനായിട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അപ്പോ ഈ കഥ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവതാരം എന്താണെന്നറിയണം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വരുന്നതിനെയാണ് അവതാരമെന്ന് പറയുന്നത്. വിഷ്ണുവിനിത്തരത്തിൽ പല അവതാരങ്ങളുണ്ടെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഇതിൽ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗവത പുരാണം പോലെയുള്ള ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ബുദ്ധനെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് സ്തുതിക്കുന്നതെന്നറിയാമോ? ദൈത്യന്മാരെയും ദാനവന്മാരെയും വഞ്ചിച്ചതിന്. ഇത് അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു സൂചന നൽകുന്നുണ്ടല്ലേ? സ്കന്ദപുരാണത്തിൽ ഈ കഥ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത്, ദിവോദാസൻ എന്നു പേരുള്ള ധർമ്മിഷ്ഠനായൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ദേവന്മാർക്ക് പോലും അസൂയ തോന്നി. അപ്പോൾ വിഷ്ണു ബുദ്ധനായി അവതരിച്ച് പുതിയ ആശയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. സ്രഷ്ടാവില്ല, സുഖമാണ് ഏറ്റവും വലിയ സ്വർഗം, യാഗങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല എന്നൊക്കെ. പതുക്കെ പതുക്കെ രാജാവും ജനങ്ങളും ഈ ആശയങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങി. അവർ ധാർമ്മികമായി ദുർബലരായി. ഒടുവിൽ നിരാശനായ രാജാവ് സിംഹാസനം ഉപേക്ഷിച്ചു. അപ്പോ ഈ കഥയനുസരിച്ച് ബുദ്ധമതം എന്നത് ഒരു ദിവ്യമായ ലക്ഷ്യം നേടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. ശരി, ഇനി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കേട്ട് പരിചയമുള്ള, പ്രതീക്ഷ നൽകുന്ന ആ കഥയിലേക്ക് വരാം. ഒരു രാജകുമാരൻ എങ്ങനെയാണ് ജ്ഞാനോദയം നേടി ബുദ്ധനായി മാറിയത് എന്ന കഥ. ഇത് തികച്ചും വ്യത്യസ്തമായൊരു വിവരണമാണ്. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾക്കിടയിൽ വളർന്ന സിദ്ധാർത്ഥ രാജകുമാരൻ അതുവരെ പുറം ലോകം കണ്ടിട്ടില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് നടുവളഞ്ഞ് വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു വൃദ്ധനെയാണ്. ജീവിതത്തിൽ വാർദ്ധക്യമെന്നത് ആർക്കും ഒഴിവാക്കാനാവാത്ത ഒന്നാണെന്ന് അദ്ദേഹം ആ നിമിഷം തിരിച്ചറിഞ്ഞു. അടുത്തതായി അദ്ദേഹം കണ്ടത് വേദന കൊണ്ട് പുളയുന്ന ഒരു രോഗിയെയാണ്. ആരോഗ്യമെന്നത് എത്ര പെട്ടെന്നാണ് ഇല്ലാതാവുന്നതെന്നും രോഗം ആരെയും എപ്പോൾ വേണമെങ്കിലും പിടികൂടാമെന്നും ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. മൂന്നാമത്തെ കാഴ്ച ഒരു മൃതദേഹം കൊണ്ടുപോകുന്നതായിരുന്നു. ചുറ്റും നിന്ന് കരയുന്ന ബന്ധുക്കൾ. യൗവനത്തെ വാർദ്ധക്യവും ആരോഗ്യത്തെ രോഗവും ഒടുവിൽ ജീവിതത്തെ മരണവും കീഴടക്കുമെന്ന് ആ കാഴ്ച അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഈ ദുഃഖങ്ങൾക്കിടയിലും നാലാമത്തെ കാഴ്ച അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ നൽകി. ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രശാന്തമായ മുഖത്തോടെ ഭിക്ഷയാചിച്ച് നടക്കുന്ന ഒരു സന്യാസി. ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ടെന്ന് ആ കാഴ്ച അദ്ദേഹത്തിനൊരു പുതിയ വഴി കാണിച്ചുകൊടുത്തു. ലളിതവിസ്താരം എന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ സിദ്ധാർത്ഥൻ ജനിച്ചപ്പോൾ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ പിതാവിനോട് ഒരു പ്രവചനം നടത്തുന്നുണ്ട്. രാജകുമാരന് മുന്നിൽ 2 വഴികളുണ്ടെന്നായിരുന്നു പ്രവചനം. ഒന്ന്, ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശാന്തമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ബുദ്ധ പദവി നേടും. അല്ലെങ്കിൽ അദ്ദേഹം ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയായി മാറും. പക്ഷേ അദ്ദേഹം ആദ്യത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇന്നുവരെ ഒരു പുരോഹിതനോ സന്യാസിക്കോ, എന്തിന് ഒരു ദേവനു പോലും നൽകാൻ കഴിയാത്ത ഒരു പുതിയ ജ്ഞാനം ലോകത്തിന് നൽകുന്ന ആളായി അദ്ദേഹം മാറും. എന്നാൽ ആ പ്രവചനം നടത്തിയ സന്യാസിക്ക് വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. തനിക്ക് ഒരുപാട് പ്രായമായതുകൊണ്ട് സിദ്ധാർത്ഥന്റെ ആ മഹത്തായ ജ്ഞാനോദയത്തിന് സാക്ഷ്യം വഹിക്കാൻ തനിക്ക് കഴിയില്ലല്ലോ എന്നതായിരുന്നു അത്. ആ നിമിഷത്തിന്റെ പ്രാധാന്യം എത്ര വലുതായിരുന്നുവെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥൻ വർഷങ്ങളുടെ കഠിനമായ സാധനകൾക്കു ശേഷം ജ്ഞാനോദയം നേടി.
അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെ എല്ലാം കാതലെന്ന് പറയുന്നത് 4 ഉദാത്ത സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനു മുൻപ് കർമ്മം എന്ന ആശയം എന്താണെന്ന് അറിയണം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണിത്, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട്. ആ ഫലം നമ്മുടെ ഇപ്പോഴത്തെയും ഭാവിയിലെയും ജീവിതത്തെ നിർണ്ണയിക്കും. ഈ ആശയം ബുദ്ധമതത്തിൽ മാത്രമല്ല, ഹിന്ദുമതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബുദ്ധന്റെ 4 ഉദാത്ത സത്യങ്ങൾ വളരെ ലളിതമാണ്. 1. ജീവിതം ദുഃഖപൂർണമാണ്. 2. നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളാണ് ഈ ദുഃഖത്തിന്റെ എല്ലാം കാരണം. 3. നിർവ്വാണം വഴി ഈ ദുഃഖം പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കും. 4. ഈ നിർവ്വാണത്തിലേക്കുള്ള വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു തത്വമാണിത്. ബുദ്ധമതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടം എന്ന് പറയാവുന്ന ഒന്നാണ് മൈത്രി. ഇത് നമ്മൾ സാധാരണ പറയുന്ന സൗഹൃദം മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹവും കരുണയുമാണത്. ശരി, അപ്പൊ ബുദ്ധന്റെ ജീവിതവും തത്വങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം ഭൗതികാവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇതും ബുദ്ധമതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇവിടെയാണ് ഹിന്ദുമതവും ബുദ്ധമതവും തമ്മിലൊരു പ്രധാന വ്യത്യാസം വരുന്നത്. ഹിന്ദുമതത്തിലെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന പാരമ്പര്യം അത്ര ശക്തമല്ല. എന്നാൽ ബുദ്ധമതത്തിൽ സ്ഥാപകന്റെ പല്ല്, മുടിയിഴ തുടങ്ങിയ ഭൗതികാവശിഷ്ടങ്ങൾ പോലും ദഗോബ എന്ന് വിളിക്കുന്ന സ്തൂപങ്ങളിൽ വളരെ പവിത്രമായി സൂക്ഷിക്കുന്നു. ഇത് അദ്ദേഹത്തോടുള്ള അഗാധമായ ബഹുമാനവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എക്കാലവും നിലനിർത്താനുള്ളൊരു മാർഗവുമാണ്. അപ്പൊ നമ്മൾ 2 വ്യത്യസ്ത കഥകൾ കണ്ടുവല്ലേ? 1. എതിരാളികളെ നശിപ്പിക്കാനയച്ച ഒരു വഞ്ചകന്റെ കഥ. 2. ലോകത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ജ്ഞാനിയുടെ കഥ. ഒരേ വ്യക്തിയുടെ 2 വിപരീത ചിത്രങ്ങൾ. എന്തിനായിരിക്കും ഒരു മതം മറ്റൊരു മതത്തിന്റെ സ്ഥാപകനെ തങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നത്? ഒരു പക്ഷേ മറ്റേ മതത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനായിരിക്കുമോ? അതോ ആ ആശയങ്ങളെ കൂടി ഉൾക്കൊള്ളാനായിരിക്കുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?